നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലണമെന്നൊക്കെയുള്ള ആവശ്യം യമനിൽ ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. ഇപ്പോഴിതാ ജൂലൈ 16 ഇന്ന് മാറ്റിവെക്കപ്പെട്ട ഈ ഒരു വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് യമനി പൗരന്മാരുടെ ആവശ്യം. യമനിലെ ഒരു പൗരനെ കൊന്നിട്ട് അങ്ങനെ ഞെളിഞ്ഞു നടക്കണ്ട എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. വധശിക്ഷ മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ യമനിലെ ഗോത്രവിഭാഗക്കാർ പറയാനുള്ള കാരണം കൃത്യമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ഈ ഇടപെടൽ നടക്കാതിരുന്നുവെങ്കിൽ ഈ സമയം നമ്മൾ കേൾക്കുന്ന വാർത്ത അത്ര നല്ല വാർത്ത അല്ലായിരിക്കും. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ യമനിൽ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. മാത്രമല്ല, മാപ്പ് നൽകാൻ തയ്യാറല്ല എന്ന് ഈ തലാലിന്റെ കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. മാപ്പ് നൽകിയാൽ മാത്രമേ യമനിലെ ജയിലിൽ നിന്ന് നിമിഷപ്രിയയ്ക്ക് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാപ്പ് നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് കുടുംബം പറയുമ്പോൾ എന്തിനാണ് മാപ്പ് നൽകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് എന്ന് ശ്രീജിത്ത് പണിക്കർ ഒരു വ്യത്യസ്തമായ ചിന്ത മുന്നോട്ട് വെക്കുകയാണ്. ഒരു കൊലയാളിക്ക് എന്തിനാണ് മാപ്പ് നൽകുന്നത്? എന്തൊക്കെ ന്യായീകരണങ്ങൾ വിളമ്പിയാലും ഒരു കൊലപാതകം നടത്തിയ സ്ത്രീക്ക് വേണ്ടി എന്തിനാണ് ഒരു ഭരണകൂടം ഒന്നടങ്കം ഇറങ്ങിത്തിരിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. എന്നാൽ മോദി സർക്കാരാണ്, അല്ലെങ്കിൽ മോദിയാണ് ഇതിനെതിരെ നിന്നിരുന്നുവെങ്കിൽ, ഇതിനുവേണ്ടി ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇതായിരിക്കുമായിരുന്നില്ലല്ലോ പറയുക എന്ന ചോദ്യമുണ്ട്. അതിനും കൃത്യമായ മറുപടി ശ്രീജിത്ത് പണിക്കർ നൽകുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കറിന്റെ വിശദമായ ഫേസ്ബുക്ക് കുറിപ്പും ഒപ്പം അതിന് താഴെ വന്ന ആ കമന്റുകൾ നമുക്കൊന്ന് നോക്കാം. എന്തിനാണ് മാപ്പ്? അവർ ഒരാളെ ക്രൂരമായി കൊന്നതിനാണോ? ശവശരീരത്തെയും അപമാനിച്ചതിനാണോ? ഇപ്പോൾ നടക്കുന്നത് ന്യായമെന്ന ചിന്ത എനിക്കില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതേ സമീപനം ഇവിടെ ജയിലിൽ കിടക്കുന്നവരോട് നാം കാട്ടുന്നില്ല? ഒരു രാജ്യം, പൊതുപ്രവർത്തകർ, മതമേലധ്യക്ഷൻ ഒക്കെ എന്തിന് ഒരു കുറ്റവാളിയെ സ്വതന്ത്രയാക്കാൻ ശ്രമിക്കണമെന്നും ശ്രീജിത്ത് പണിക്കർ ചോദിക്കുകയാണ്. ഇന്നാട്ടിലും വിദേശത്തും കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്നവരോടും വധശിക്ഷ കാത്തു കിടക്കുന്നവരോടും നിങ്ങൾക്ക് ഇതേ അനുകമ്പയുണ്ടോ? നിമിഷപ്രിയ ചെയ്തത് ചെറിയ കുറ്റമല്ല. തന്റെ ബിസിനസ് പങ്കാളിക്ക് അമിതമായ അളവിൽ ഉറക്കമരുന്ന് കൊടുക്കുകയും ശേഷം അയാളുടെ മരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. ശവശരീരം പലതായി വെട്ടിനുറുക്കുകയും ചെയ്തു. അതിനൊരു സഹായിയെ കണ്ടെത്തുന്നു. ശേഷം ശരീരഭാഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു. അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകാം, ഏത് കൊലപാതകത്തിലും എന്ന പോലെ. പാസ്പോർട്ട് വീണ്ടെടുക്കാനായിരുന്നെന്നും പ്രതിരോധ ശ്രമം ആയിരുന്നെന്നും അതല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ലായിരുന്നു എന്നുമൊക്കെ വിചാരണ വേളയിൽ ന്യായങ്ങൾ ഉയർന്നതാണ്. പക്ഷേ കോടതിയുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കൊലപാതകം ആസൂത്രിതം ആയിരുന്നില്ലേ? ഉറക്കമരുന്ന് അമിതമായി കൊടുത്തത് പ്രതിരോധമാണോ? ശരീരം വെട്ടിമുറിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? ഇവിടെ കുറ്റം ചെയ്തില്ല എന്ന് പ്രതി പറയുന്നില്ല. കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബത്തിന്റെ മാപ്പാണ് ആഗ്രഹിക്കുന്നത്. എന്തിനാണ് മാപ്പ്? അവരുടെ ഒരാളെ ക്രൂരമായി കൊന്നതിനാണോ? ശവശരീരത്തെയും അപമാനിച്ചതിനാണോ? ഇപ്പോൾ നടക്കുന്നത് ന്യായമെന്ന ചിന്ത എനിക്കില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതേ സമീപനം ഇവിടെ ജയിലിൽ കിടക്കുന്നവരോട് നാം കാട്ടിയിരുന്നില്ല? ഒരു രാജ്യം, പൊതുപ്രവർത്തകർ, മതമേലധ്യക്ഷനൊക്കെ എന്തിന് ഒരു കുറ്റവാളിയെ സ്വതന്ത്രയാക്കാനായി ശ്രമിക്കണം? എന്റെ നീതിബോധം ഒരു കൊടും ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്നതല്ല. പ്രതിരോധ ശ്രമം എന്ന വാദം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന ഈ കേസിലെ പ്രധാന വിഷയമാണ്. ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാം. സ്വന്തം രാജ്യത്തിന്റെ നിയമപ്രകാരവും അന്താരാഷ്ട്ര നിയമപ്രകാരവും ചെയ്തത് തെറ്റല്ല എന്ന് തെളിഞ്ഞിട്ടും ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതിയുടെയും സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് വിട്ടയച്ചതിനെ എതിർത്തവർ തന്നെയല്ലേ നമ്മളിൽ പലരും? കാന്തപുരത്തിന് പകരം നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിട്ടാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചത് എങ്കിൽ താങ്കൾ ഇങ്ങനൊരു പോസ്റ്റ് ഇടില്ലായിരുന്നു എന്ന 100% ഉറപ്പുണ്ടെന്നാണ് ഈ ഒരു പോസ്റ്റിന് വന്നിരിക്കുന്ന ചില കമന്റ്. അതിന് ശ്രീജിത്ത് പണിക്കർ തന്നെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. തെറ്റ് നരേന്ദ്രമോദിയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ഇനി അഥവാ യമൻ സർക്കാർ പറഞ്ഞാലും എന്റെ നിലപാട് ഇതുതന്നെയായിരിക്കും. കാന്തപുരം കാട്ടിയത് നല്ല മനസ്സ്. ഞാൻ പറഞ്ഞത് ഇതിലെ നിയമപ്രശ്നമാണ്. ആസൂത്രിത കൊലപാതകം, മൃതദേഹം വികൃതമാക്കൽ, മറവ് ചെയ്ത് തെളിവ് നശിപ്പിക്കൽ, നിരപരാധിയെ അല്ല മോചിപ്പിക്കുന്നത് എന്നറിയുമോ? സോറി, ഇത് മോദി ആയാലും ആരായാലും എന്റെ നിലപാട് മാറില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ പ്രതിസന്ധികൾ ഏറെയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി യമനിൽ പ്രതിഷേധം ശക്തവുമാണ്. ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങിയാൽ മാത്രമേ അനുകൂല തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണം ഒഴിവാക്കി വിദേശകാര്യ മന്ത്രാലയം കരുതൽ എടുക്കുന്നത്. എന്തായാലും യമനിൽ നടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിമിഷപ്രിയയെ വധിക്കണമെന്നാണ് യമനി പൗരന്മാരടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ഈ ഒരു ആവശ്യം നടപ്പാക്കില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിയാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അവർ റിസ്ക് എടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കാന്തപുരത്തിന്റെ മനസ്സും ചാണ്ടി ഉമ്മന്റെ മനസ്സും ഒക്കെ തന്നെ വലിയ രീതിയിൽ അഭിനന്ദനാർഹമാണ്. എന്തുകൊണ്ട്
അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടോ, ഇത്രയും ഒരു കാര്യത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാം അദ്ദേഹം നോക്കിയത് ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ എന്നോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ അങ്ങനെയൊന്നുമല്ല, ഒരു മനുഷ്യ സ്നേഹം ഒരു മനുഷ്യത്വം കാണിക്കണമെന്നാണ് കാന്തപുരം യമനിലെ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊക്കെ തന്നെ സംസാരിച്ചത്. ചില കമന്റുകൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന് താഴെ വന്ന പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ നമുക്ക് നോക്കാം. മലയാളി ഈ വക അനുകമ്പങ്ങൾ കണ്ട് ഞെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എനിക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. ഇങ്ങനെയൊരു കുറ്റം ഈ നാട്ടിൽ നടന്നാൽ വെറുതെ വിടാൻ പറയാൻ പറ്റുമോ? ശരീരം വെട്ടിമുറിക്കുക എത്ര ഉറപ്പുള്ള മനസ്സാണ് അവർക്ക്? കേരളത്തിൽ ഇന്നലെ 5 കൊലകൾ ചെയ്ത ഷെറിൻ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി. എത്രയോ പേരെ കൊന്ന ആളുകൾ 14 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനു മുമ്പ് തടവനുഭവിച്ച ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തിറങ്ങി വീണ്ടും കൊലകൾ ചെയ്യുന്ന സമൂഹത്തിൽ വിലസി നടക്കുന്നു. കേരളത്തിൽ 2-3 കൊലകൾ ചെയ്ത 4-5 വർഷം ജയിലിൽ കിടന്ന് അല്ലെങ്കിൽ ശക്തമായ സ്വാധീനം കൊണ്ട് തെളിവില്ല എന്ന് പറഞ്ഞ് വിടുന്നവരുടെ കാര്യത്തിൽ ശ്രീജിത്ത് പണിക്കരുടെ നീതിബോധം ഉണരുന്നില്ലേ? നിമിഷപ്രിയയെ കേരള ഗവൺമെന്റ് സന്നദ്ധ സംഘടനകൾ കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് മോചനം ലഭിക്കണേ എന്ന പ്രാർത്ഥന വ്യക്തിപരമായ അഭിപ്രായം കൂടിയാണ്. ഇനി ശ്രീജിത്ത് പണിക്കർ വേണം. ഇന്ത്യൻ നിയമങ്ങൾ സുതാര്യമല്ലാത്ത കാലത്തോളം കേരളത്തിൽ പുരുഷനും സ്ത്രീയും ആരെ കൊന്നാലും വധശിക്ഷയില്ല. ഇന്ത്യൻ നിയമങ്ങൾ അത്രമാത്രം നല്ലത് എന്നും കേരളത്തിൽ 2000 മുതൽ 2025 വരെ കൈകാല് വെട്ടിയ, അതുപോലെ തന്നെ കഴുത്തറുത്ത, പെട്രോൾ ഒഴിച്ചു കൊന്ന കൊലയാളികൾ ഉണ്ടായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ശിക്ഷ പൊതുസ്ഥലത്ത് കഴുത്തുവെട്ടൽ ശിക്ഷ കഠിനമായതുകൊണ്ട് ഭയം കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പേടിയെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏതോ കൊലയാളി ചിരിച്ചുകൊണ്ട് കൂടി വന്നാൽ 14 വർഷം. അത് കഴിഞ്ഞാൽ യൗവനം പോകാതെ തന്നെ ഞാൻ ഇവിടെ തിരിച്ചെത്തും. 2010 കാമുകിക്ക് വേണ്ടി ഭാര്യ മകളെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ മൂടിയ ആമയൂർ റെജിം കുമാർ അടക്കം ചില വധശിക്ഷ കാത്തുകിടക്കുന്നവരും ഇന്നുവരെ നടപ്പായിട്ടില്ല എന്നുകൂടി നമ്മൾ കാണണം. എന്തായാലും ഇത്തരത്തിൽ നോക്കുമ്പോൾ മലയാളികൾ ഒന്നടങ്കമുള്ളവർ ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനമാണ്. അതുപോലെ തന്നെ അല്ലാത്തവരുമുണ്ട് എന്നുള്ളതാണ്. നിമിഷപ്രിയ പാലക്കാട് കൊല്ലങ്കോടിലാണ് വളർന്നത്. അവിടെ അവൾ സ്കൂളിൽ നന്നായി പഠിച്ചു. ഒരു പ്രാദേശിക പള്ളി അവളെ സാമ്പത്തികമായി സഹായിച്ചു. നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കാൻ അവളെ അനുവദിച്ചു. എന്നിരുന്നാലും നഴ്സിംഗ് പഠനം ആരംഭിക്കുന്നതിന് മുൻപ് സ്കൂൾ വിടുന്ന പരീക്ഷകളിൽ വിജയിച്ചിട്ടില്ലാത്തതിനാൽ കേരളത്തിൽ ഒരു നഴ്സായി ജോലി ചെയ്യാൻ പ്രിയയ്ക്ക് കഴിഞ്ഞില്ല. 2008 പ്രിയ കേരളത്തിൽ നിന്ന് യമനിലേക്ക് ജോലിക്കായി താമസം മാറി. യമനിൽ രാജ്യത്തിന്റെ തലസ്ഥാനമായ സനയിലെ സർക്കാർ നടത്തുന്ന ഒരു ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു. 2014 സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിക്കാനുള്ള പ്രതീക്ഷയോടെ പ്രിയ ജോലി ഉപേക്ഷിച്ചു. യമൻ നിയമപ്രകാരം പ്രിയയ്ക്ക് ഒരു യമൻ ബിസിനസ് പങ്കാളിയെ ആവശ്യമായിരുന്നു. അതിനാൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായ പ്രാദേശിക ബിസിനസ്സുകാരനായ തലാൽ അബ്ദു മഹദിയെ അവർ നിയമിച്ചു. 2015 തുടക്കത്തിൽ പ്രിയയും ഭർത്താവും കടം വാങ്ങി പണം ഉപയോഗിച്ച് 14 കിടക്കകളുള്ള അൽ അമാൻ മെഡിക്കൽ ക്ലിനിക് ആരംഭിച്ചു. ഈ നീക്കത്തിന് ധനസഹായവും നൽകി. 2015 മാർച്ചിൽ യമൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പ്രിയ തന്റെ ക്ലിനിക്കിൽ നിക്ഷേപിച്ച പണത്തിന്റെ അളവ് കണക്കിലെടുത്ത് രാജ്യത്ത് തന്നെ തുടരാനും തീരുമാനിച്ചു. പ്രിയയുടെ ബിസിനസ് പങ്കാളിയായ മഹദിയുമായി പ്രിയയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രിയയുടെ അഭിപ്രായത്തിൽ അയാൾ അവളിൽ നിന്ന് ഫണ്ട് മോഷ്ടിച്ചു, ശാരീരികമായി ഭീഷണിപ്പെടുത്തി. ചിലപ്പോൾ അവളുടെ ഭർത്താവാണ് എന്ന് അവകാശപ്പെട്ടു. അയാൾ അവളുടെ പാസ്പോർട്ട് രേഖകളും പിടിച്ചെടുത്തു. ഇന്ത്യയിലെ അവളുടെ കുടുംബത്തോട് സംസാരിക്കുന്നതിൽ നിന്ന് അവളെ തടഞ്ഞു. 2016 പ്രിയ തന്റെ പെരുമാറ്റം പോലീസിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും അവർ അവരെ സഹായിക്കാൻ ഇടപെട്ടിട്ടില്ല. 2017 ജൂലൈയിൽ പ്രിയ തലാൽ അബ്ദു മഹദിയെ കെറ്റാമൈൻ എന്ന മരുന്ന് നൽകി അമിത അളവിൽ കഴിച്ച് മരണത്തിന് കീഴടക്കി. പ്രിയയും അവരുടെ അഭിഭാഷകരും പറയുന്ന അനുസരിച്ച് മഹദിയെ ശാന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാസ്പോർട്ടും മറ്റ് രേഖകളും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ അവൾ പദ്ധതിയിട്ടിരുന്നു. മഹദി മരിച്ചതിന് ശേഷം പ്രിയ മറ്റൊരു നഴ്സിനെ സമീപിച്ചു. അവർ മഹദിയുടെ മൃതദേഹം വെട്ടിനുറക്കി ഒരു വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു. 2017 ഓഗസ്റ്റിൽ സൗദി അറേബ്യയുമായുള്ള യമന്റെ അതിർത്തിക്ക് സമീപം പ്രിയയെ അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് ഇരുവരും വിവാഹിതരാണ് എന്ന വാർത്ത മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തു. അവളുടെ കൂട്ടാളിയെയും അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തടവ് ശിക്ഷിച്ചു. 2018 മഹദിയുടെ കൊലപാതകത്തിൽ പ്രിയയെ വിചാരണ ചെയ്ത വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇന്ത്യൻ സുപ്രീം കോടതി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രന്റെ അഭിപ്രായത്തിൽ പ്രിയയുടെ വിചാരണ പൂർണ്ണമായും അറബിയിലാണ് നടന്നത്. പ്രിയയ്ക്ക് അത് സംസാരിക്കാൻ അറിയില്ല. അവർക്ക് ഒരു വ്യാഖ്യാതാവോ അഭിഭാഷകനോ നൽകിയിരുന്നില്ല. ഈ ഘടകങ്ങൾ കാരണം ചന്ദ്രനും പ്രിയയുടെ മറ്റ് പിന്തുണക്കാരും പുനർവിചാരണ ആവശ്യപ്പെടുന്നു. 2018 ജൂണിൽ പ്രിയയെ അൽ ബെയ്ദ ജയിലിൽ നിന്ന് സനായിലെ ഒരു ജയിലിലേക്ക് മാറ്റി. 2020 പ്രിയയെ വീണ്ടും വിചാരണ ചെയ്തു. സമാനമായ ഫലവും ലഭിച്ചു. അതേ വർഷം തന്നെ പ്രിയയുടെ ബന്ധുക്കളും മറ്റ് പിന്തുണക്കാരും ചേർന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അതിന്റെ രൂപീകരണം മുതൽ പ്രിയയുടെ മോചനത്തിനായി ചർച്ചകൾ നടത്താൻ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു. പക്ഷേ കാന്തപുരം വേണ്ടിവന്നു എല്ലാത്തിനും എന്ന് പറയുന്നു.